കേരളത്തിൽ ഓടുന്ന ഓരോ വണ്ടികളും അങ്ങനെ LHB ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ്സിനാണ്. നമ്മൾ ആ ഒരു വലിയ യാത്ര കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ അങ്ങനെ ഈയിടെ LHB ആയ വണ്ടികളൊക്കെ കവർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പാലരുവി എക്സ്പ്രസ് LHB ആയി, ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ് LHB ആയി. ഇനിയിപ്പോൾ ഉടൻ തന്നെ നമ്മുടെ മധുരൈ പുനലൂർ എക്സ്പ്രസ്സും LHB ആവാൻ പോവാണ്. അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഓണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മലബാർ മാവേലിക്ക് LHB ആവുമെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അറിയത്തില്ല. അതൊക്കെ LHB ആയി അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ്സിന് എറണാകുളത്ത് നിന്നും ആര്യങ്കാവ് വരെയുള്ളൊരു യാത്രയാണ്. ഇപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ മഴയത്തുള്ളൊരു അടിപൊളി യാത്രയാണ്. മഴയത്താകെ മൊത്തം പ്രശ്നമാണ്. പോകുന്ന വഴിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. എന്നാലും ഞങ്ങളുടെ ആ ഭാഗത്തുണ്ടല്ലോ, പത്തനംതിട്ട ഭാഗത്തൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പുതിയൊരു ട്രെയിൻ യാത്ര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ മഴയൊക്കെ പെയ്ത് ഫുൾ ഇരുണ്ട് മൂടി കിടക്കുകയാണ്. നമ്മുടെ ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ് ഇവിടെ 8 മണിക്കാണ് വന്ന് കയറുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ ഐലൻഡ് എക്സ്പ്രസ് വരും. ഐലൻഡിൻ്റെ ലോക്കോ ഞാൻ കാണിച്ചു തരാം. ഒരു വെറൈറ്റി ലോക്കോ ആണ് ഐലൻഡ് എക്സ്പ്രസ്. വേണ്ട നല്ല കിടിലം മഴയത്ത് വരുന്നുണ്ട്. അതിൻ്റെ ലോക്കോ നിങ്ങൾ കണ്ടോ? WP7 ആണ്. KR-പുരം ഷെഡിൻ്റെ നമ്മ കർണാടക എന്നൊരു ലിവറി അടിച്ച ലോക്കോ ആണ് കേട്ടോ. അതായത് കർണാടകത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങളൊക്കെ ആ ഒരു ലോക്കോയുടെ 2 സൈഡിലും ഇതേപോലെ അവർ പെയിൻറ്റ് ചെയ്താണ്, വിനയിലൊട്ടിച്ചാണ് അറിയത്തില്ല, വിനയിലാണെന്ന് തോന്നുന്നത്, ഒട്ടിച്ചേക്കുവാന്ന് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് ആ ലോക്കോ വരുന്ന കാണാൻ വേണ്ടിയല്ലേ മഴയത്ത്. അപ്പോൾ ഇതാണ് നമ്മ കർണാടക എന്ന പേരുള്ളൊരു P7 ലോക്കോ കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് ഐലൻഡിൻ്റെ ലോക്കോ. അത് അടിപൊളിയല്ലേ? മഴയത്ത് ആ ട്രെയിൻ വരുന്ന കാണാൻ വേണ്ടി ഇതാണ് കേട്ടോ. സൂപ്പറല്ലേ? നമ്മളിതിൻ്റെ തൊട്ട് പുറകിലുള്ള നമ്മുടെ ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ്സിനാണ് പോകുന്നത്. ഈയിടെ LHB ആയ വണ്ടി. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കോട്ടയം, കൊല്ലം, പുനലൂർ, ചെങ്കോട്ടൈ വഴി പോകുന്ന ട്രെയിൻ നമ്പർ 16328 ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ് എറണാകുളം ടൗൺ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. यात्रियों कृपया ध्यान दीजिए। कोटयम, कोल्लम, पुनलूर, चिंगोटे से होकर जाने वाली गाड़ी नंबर 16328 गुरुवायूर मदुरई एक्सप्रेस थोड़ी ही देर में एर्नाकुलम टाउन प्लेटफॉर्म नंबर 2 पर आएगी. Your attention please. Train number 16328 Guruvayur Madurai Express via Kottayam, Kollam, Punalur, Chengotte will arrive shortly on Ernakulam Town platform number 2. ലാലാഗുഡയുടെ നല്ല അടിപൊളി ഒരു P7 ലോക്കോ ആയിട്ടാണ് നമ്മുടെ ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ് വരുന്നത്. 30778. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ കേട്ടോ. ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ് LHB ആയിട്ട് ആദ്യമായിട്ട് കയറാൻ പോകണം. ശരിക്കും ഞാൻ ഈ വണ്ടിയിൽ അധികം യാത്ര ചെയ്തിട്ടില്ല കേട്ടോ. ചെറിയ ദൂരം എന്തോരമാണ്, എറണാകുളത്തിന് ചെങ്ങന്നൂർ വരെ പോയിട്ടുണ്ട്, അതിനപ്പുറം പോയിട്ടില്ല. അപ്പോൾ ഇതിന് നമ്മൾ ആര്യങ്കാവ് പോവാണ്. നല്ല മഴയായിരിക്കും ഇന്ന് ഫുള്ള്, കാരണം റെഡ് അലേർട്ടാണ് പല സ്ഥലങ്ങളിലും. അപ്പോൾ എല്ലാം നല്ല പുത്തൻ കോച്ചുകളാണ് കേട്ടോ. സെൻട്രൽ റെയിൽവേക്ക് അലോട്ട് ചെയ്തതും സദേൺ റെയിൽവേക്ക് അലോട്ട് ചെയ്തതും 2026 ബിൽട്ട് കോച്ചുകളാണ് ഓൾമോസ്റ്റ് എല്ലാം. ഈ വണ്ടിക്ക് കൂടുതലുള്ളത് ജനറൽ ക്ലാസ് ആണ്. 2 സ്ലീപ്പറും പിന്നെ ഒരു 3 ടയർ ആണുള്ളത്. നമ്മൾ ഇതിൻ്റെ സ്ലീപ്പറിനാണ് പോകുന്നത്. S1 ആണ് കേട്ടോ. ഈയിടെ ഓവർഹോളിംഗ് ഒക്കെ കഴിഞ്ഞ കോച്ചാണ്. 2023 ബിൽട്ട് ഒരു കോച്ചാണ്. ഇവിടെയാണ് നമ്മുടെ സീറ്റുള്ളത്, S1. അപ്പോൾ ഇവിടെ ഡോറിൻ്റെ അടുത്തുള്ള സൈഡ് അപ്പർ ബർത്താണ് കേട്ടോ. പാസഞ്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം കോച്ചിനകത്തെ ഷൂട്ട് ചെയ്യുന്നില്ല, നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല ക്ലീൻ വണ്ടിയാണ്. കോച്ചുകൾ ഇത് 2023 ബിൽട്ട്, അപ്പുറത്തെ 2019 ബിൽട്ടാണ്. അപ്പോൾ കുറച്ച് പഴയതാണെങ്കിലും ഈയിടെ ഓവർഹോളിംഗ് ഒക്കെ അതിനുകൊണ്ട് നല്ല പുതിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാലരുവി എക്സ്പ്രസ് ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരും. അതും ഈയിടെ LHB ആയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇനി അടുത്ത കാണാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ മധുരൈ എക്സ്പ്രസ് അങ്ങനെ 8:10 ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. പാലരുവി എക്സ്പ്രസ് തൃപ്പൂണിത്തുറ ആയതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് പോകുന്ന വഴി കാണാൻ പറ്റും. കാരണം ഫ്രണ്ടിൽ വന്ദേ ഭാരത് ഉള്ളതുകൊണ്ട് പാലരുവിയിൽ അവിടെ തൃപ്പൂണിത്തുറ കൊണ്ടിട്ടേക്കുവാണ്. നല്ല പിക്കപ്പ് ആട്ടോ. ഒന്നാലും ചെറിയ ലോഡാണ് വണ്ടി. ആകെ 10-13 കോച്ചെങ്ങാണ്ടേ ഉള്ളൂ. P7 ലോക്കോ അല്ലേ കൊടുത്തേക്കുന്നത്. സോക്ക് പുഷ്പം പോലെ വലിക്കും. നല്ല അതുകൊണ്ട് വണ്ടി ഇവിടെ നിന്ന് എടുത്തപ്പോൾ തന്നെ ആ ഒരു സ്പീഡ് മനസ്സിലാവുന്നുണ്ടോ കേട്ടോ. നല്ല പിക്കപ്പ് വണ്ടിക്ക്. ചെറിയ ലോഡല്ലേ, ഒന്നാമത് LHBക്ക് വെയിറ്റ് ഇല്ല, അതുമല്ല P7 ആണ് ലോക്കോ, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ.
നമ്മുടെ വണ്ടിയും വന്ദേ ഭാരതും കൂടെ നടത്തിയ ക്രോസിങ് അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പോയത് നമ്മുടെ പാലരുവി എക്സ്പ്രസ് ആണ്. P4 ആയിരുന്നു എൻ്റെ ലോക്കോ കേട്ടോ. പാലരുവിക്ക് മിക്കവാറും ഇപ്പോൾ കൊല്ലത്തുനിന്ന് P4 ആണ് കൊടുക്കുന്നത്. എന്ത് കൊടുത്താലും മതിയല്ലോ, വണ്ടി കൂടുമല്ലോ, കുഴപ്പമില്ല. ഇത് എക്സ്പ്രസ് ആണെങ്കിലും ഒട്ടുമിക്ക എല്ലായിടത്തും നിർത്തി പോകുന്നൊരു വണ്ടിയാണ്. എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. എസ്പെഷ്യലി കൊല്ലം ടു ചെങ്കോട്ടരല്ല. ആലയിൽ ഈ വണ്ടി മാത്രമേ എല്ലായിടത്തും നിർത്തുന്ന വണ്ടി, വേറൊരു വണ്ടി എല്ലായിടത്തും നിർത്തത്തില്ല. ആ റൂട്ടിൽ സമ്മതിക്കാം. പക്ഷേ ഈ ഗുരുവായൂർ ടു കൊല്ലം സ്ട്രെച്ചിൽ ഒട്ടുമിക്ക എല്ലായിടത്തും എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ സ്റ്റോപ്പില്ലാത്തത്. ബാക്കി എല്ലായിടത്തും ഇങ്ങനെ സ്റ്റോപ്പുണ്ട്. അതുപോലത്തെ ഒരു പാസഞ്ചർ പോലത്തെ വണ്ടിയാണ് ഈ ഗുരുവായൂർ മധുരൈ. ഒന്നാമത് ഈ വണ്ടി എഴച്ചിലാണ്. കോട്ടയം വരെ ഇനി ഒന്നുകൂടെ എഴയും. കാരണം എറണാകുളം കോട്ടയം പാസഞ്ചർ തൊട്ട് ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രണ്ടിലുള്ളതുകൊണ്ട് ഇത് ഉരുട്ടി ആയിരിക്കും പോകുന്നത്. അല്ലെങ്കിലും ഇത് ഉരുട്ടലാണ്, അത് വേറെ കാര്യം. ഈ വണ്ടി ശരിക്കും തുടങ്ങുന്നത് എന്താണെന്നറിയോ? 2013 2013 ഈ വണ്ടി തുടങ്ങിയത് ഗുരുവായൂർ പുനലൂർ ഫാസ്റ്റ് പാസഞ്ചർ എന്നായിരുന്നു. അപ്പോൾ അന്ന് ഈ വണ്ടിയുടെ നമ്പർ 5636563666 എന്നായിരുന്നു, ഗുരുവായൂർ പുനലൂർ ഫാസ്റ്റ് പാസഞ്ചർ. പിന്നെ ഇത് എക്സ്പ്രസ് ആക്കി. എന്നിട്ട് ഗുരുവായൂർ പുനലൂർ എക്സ്പ്രസ് എന്ന് ഓടാൻ തുടങ്ങി. പിന്നെ മറ്റേ കൊല്ലം ചെങ്കോട്ട കൊല്ലം പാസഞ്ചർ, അങ്ങനെ 2-3 വണ്ടിയുണ്ട്. ഈ വണ്ടിയെല്ലാം പെർമനൻ്റ്ലി ക്യാൻസൽ ചെയ്തിട്ട് ഈ വണ്ടിയായിട്ട് മെർജ് ചെയ്തു. അങ്ങനെ ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ് ആയിട്ട് ഓടാൻ തുടങ്ങി. എന്നിട്ട് ഇപ്പം മധുരൈ ഇത് രാമേശ്വരത്തേക്ക് നീട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഗുരുവായൂർ രാമേശ്വരം എക്സ്പ്രസ് ആയിട്ട് ഇത് ഉടനെ തന്നെ മാറും. ഇപ്പോൾ ഈ വണ്ടിയുടെ നമ്പർ 16327 16328 എന്നാണ്. അതായത് ഗുരുവായൂരിന് മധുരൈ പോകുന്നത് 16328, തിരിച്ച് മധുരയിൽ നിന്ന് ഗുരുവായൂർ വരുന്നത് 16327. ഇത് എല്ലായിടത്തും നിർത്തിയാണ് പോകുന്നത്. അപ്പോൾ എല്ലായിടത്തും നിർത്തുന്ന വെറുതെ നിങ്ങളെ കാണിച്ച് വെറുപ്പിക്കട്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അതാണ് ചില സ്റ്റോപ്പുകളൊക്കെ കാണിക്കുന്നത്. മറ്റേ ആ പാസഞ്ചർ ഫ്രണ്ടിൽ ഉള്ളതുകൊണ്ട് ഇങ്ങനെ എല്ലാ സ്റ്റേഷനിലും ഒരു 3-4 മിനിറ്റൊക്കെ ഇടും കേട്ടോ. ഇപ്പോൾ സമയം 9:30 മറ്റേ പാസഞ്ചർ ഇപ്പോൾ കുമാരനെല്ലൂർ കയതേ ഉള്ളൂ. അതിന് കോട്ടയം കയറാതെ നമ്മളെ വിടത്തില്ല. ഈ വണ്ടിക്ക് ഒരു തേർഡ് AC ഉണ്ട്, ഒരു B1 തേർഡ് AC ഉണ്ട്. പഴയ കോച്ചാണ് എടുത്ത് കൊടുത്തേക്കുന്നത്. 2017 മേടൊരു കോച്ചാണ് ഇത് തുടങ്ങി. അതായത് ഇതിൻ്റെ ഫസ്റ്റ് LSP റൺ കഴിഞ്ഞ് 2 ദിവസമൊക്കെ പുതിയ കോച്ചായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുതിയത് ഒരു പഴയത് കൊടുത്താണോ എന്ന് അറിയത്തില്ല. എന്തായാലും കോച്ച് വലിയ കുഴപ്പമില്ല കേട്ടോ, പഴയതാണേ ഉള്ളൂ. കോച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിച്ച കാര്യം, ഒറ്റ കോച്ചിൽ പോലും ഇതിലെ മെയിൻ ട്രൈബോർഡ് പോലും മലയാളത്തിലില്ല. എല്ലാം തമിഴിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ ഉള്ളൂ. അത് സ്വാഭാവികം, കാരണം തമിഴ്നാട്ടുകാരുടെ വണ്ടിയിൽ അവർ മലയാളം ബോർഡ് അങ്ങനെ വെക്കാറേ ഇല്ല, വളരെ ചുരുക്കമാണ്. അതങ്ങനെയാണ് എന്ന് പറഞ്ഞ കാര്യമില്ല. ഗുരുവായൂർ തുടങ്ങുന്ന വണ്ടി, പക്ഷേ മലയാളം ട്രെയിൻ ബോർഡ് എങ്ങും ഇല്ല. ഇപ്പോൾ സമയം 9:45, നമ്മൾ കോട്ടയം എത്താറായിട്ടുണ്ട്. അപ്പോൾ കോട്ടയത്ത് ഇവിടെ മീനച്ചിലാറ്റിൽ വെള്ളമൊക്കെ പൊങ്ങി മൊത്തം ആകെ പ്രശ്നമായി കിടക്കുകയാണ്. മീനച്ചിലാറ്റിൽ മറ്റേ ബ്രിഡ്ജിൻ്റെ അവിടെ താഴെ ഭയങ്കര വെള്ളമാണ് കേട്ടത്. ഇതുകൊണ്ട് വെള്ളം കണ്ടോ, നല്ല വെള്ളമുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ അനുഭവിച്ചവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഞാനൊക്കെ അനുഭവിച്ചാണ് എൻ്റെ അടുത്ത് പോയിന്റിൽ. കാണാനും കണ്ടുകൊണ്ടിരിക്കാനും വെള്ളം ഇങ്ങനെ ഒഴുക്കുന്നതൊക്കെ ഭയങ്കര രസമാണ് ചിലർക്കൊക്കെ. പക്ഷെ ഇത് ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടായത് വെള്ളം കയറി അറിയോ.
ഈ പോകുന്ന പരശുറാമൊക്കെ ഇനി ഏത് കാലത്ത് LHP ആവുമോ ഒരു പിടിയില്ല. ഓണം കഴിഞ്ഞെങ്കിൽ LHP ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വണ്ടിക്ക് നേരത്തെ സ്ലീപ്പറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെയാണ് ഈ വണ്ടിക്ക് സ്ലീപ്പറൊക്കെ വന്നത്. ഇത് തുടങ്ങിയ സമയത്ത് എക്സ്പ്രസ് ആയ സമയത്തൊന്നും ആദ്യം സ്ലീപ്പറില്ലായിരുന്നു. പിന്നെയാണ് ഈ വണ്ടിക്ക് 2 സ്ലീപ്പറും പിന്നെ AC ഒക്കെ വന്നത്. ഗൈസ്, ഇതിൽ ഓൺബോർഡ് പാൻട്രി ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് പുറത്തുനിന്ന് ഓർഡർ എടുത്തിട്ട് ഡെലിവറി ചെയ്യുന്ന പരിപാടി. വെജ് ബിരിയാണിയും വെജ് മീൽസും ഒക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് കിട്ടുമെന്ന് ആ പുള്ളി പറയുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ചെങ്ങന്നൂരൊക്കെ അടുക്കാറായിരുന്നു. അപ്പോൾ ഈ ചെങ്ങന്നൂർ ഭാഗത്തും ഇതേപോലെ നല്ല വെള്ളമാണ്. കാരണം ഈ മണിമലയാറും പമ്പയാറും എല്ലാം കൂടെ വന്ന് ചേരുന്നൊരു സ്ഥലമാണ് ചെങ്ങന്നൂർ തിരുവല്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ 2 ആറ്റിയതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം കയറി ഇത് കണ്ടോ, ഫുള്ള് ആ കണ്ടത്തിൽ ഫുള്ള്, ഞങ്ങൾ കണ്ടെന്നാണ് പറയുന്നത്, ചില പാടെന്ന് പറയും. അപ്പോൾ കണ്ടത്തിൽ ഫുള്ള് വെള്ളം കയറി കിടക്കുന്ന കേട്ടോ, ഫുള്ള് വെള്ളമാണ്. ഇനിയിപ്പോൾ പമ്പയാർ ഇപ്പോൾ എത്തും. പമ്പയത്തിൽ ഇതിന് അപ്പുറത്തെ വെള്ളമാണ്. പമ്പയത്തിൽ വെള്ളം പൊങ്ങിയാണല്ലോ റാന്നി ആറന്മുളെല്ലാം മുങ്ങിയത്. ഞങ്ങളുടെ കോഴഞ്ചേരി ഭാഗത്ത് മൊത്തം ആകെ പ്രശ്നമായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, എന്നാലും ഒരു പേടിയാണ് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ. 2018 സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു ഡയലോഗില്ല, അതായത് പണ്ടൊക്കെ മഴ പെയ്യുമ്പോൾ ഒരു കുളിരാണ്, ഇപ്പം മഴ പെയ്യുമ്പോൾ ഒരു നെഞ്ചിനകത്തൊരു പേടിയാന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവം ഇപ്പോൾ ശരിക്കും. പമ്പയത്തിലെ വെള്ളം കാണിച്ചു തരാം കേട്ടോ, നോക്കണേ, നല്ല വെള്ളമായിരിക്കും. ഇതിന് ചെറിയനാടൊക്കെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു പണ്ടത്തെ ഫാസ്റ്റ് പാസഞ്ചർ ആയിരുന്നല്ലോ.
അപ്പോൾ ചെറിയനാട് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. അയ്യോ ചെറിയനാട്, പിന്നെ ഇനി അങ്ങോട്ടെല്ലാം സ്റ്റോപ്പാണ്. ഇനി ഫുൾ എല്ലായിടത്തും നിർത്തിയേ പോകുന്നുള്ളൂ. പക്ഷേ P7 ആയതുകൊണ്ട് നല്ല അടിച്ച് വിട്ട് പോകുന്നുമുണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. എടുത്തപ്പോൾ തന്നെ പിക്കപ്പ് ഉണ്ടോ, അതാണ് P7. 20 മിനിറ്റ് ലേറ്റായിട്ട് നമ്മളാണ്ട് കായംകുളം ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് വന്നപ്പോഴേക്കും ഇപ്പം മഴയൊക്കെ കുറഞ്ഞുണ്ട്. എറണാകുളം ഭാഗത്തായിരുന്നു ശരിക്കും മഴ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും മഴയൊക്കെ കുറഞ്ഞു. നമ്മുടെ കൊച്ചുവേളി ഇൻഡോർ സൂപ്പർ ഫാസ്റ്റ് ഉണ്ടല്ലോ, അതാണ് കയറുന്നത് കേട്ടോ, പ്ലാറ്റ്ഫോം 1ലേക്ക്. നമ്മളങ്ങനെ കായംകുളത്ത് നിന്ന് എക്സിറ്റ് അടിക്കുകയാണ്. നല്ല ചെളി പിടിച്ച ഒരു പീസ് വന്ന് നോക്കിയാൽ ഫുള്ള് ചെളി. അതേൽ അജിനി ഷെഡിൻ്റെ പീസ് കേട്ടോ, അജിനിയുടെ വണ്ടി മൊത്തം അഴുക്കാണല്ലോ. ശോകം വണ്ടി കേട്ടോ. AC ആണെങ്കിലും വലിയ സുഖമൊന്നുമില്ല. ചിലതൊക്കെ നല്ലതാണ്, ചിലതൊക്കെ വൻ ശോകം. മധുര എക്സ്പ്രസ് കണ്ട് കരുനാഗപ്പള്ളിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുംബൈ പോകുന്ന നേത്രാവതിയായിട്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി വരിക കണ്ടോ. ഇത് ചെറിയ റേക്ക് കേട്ടോ, ആകെ 13 കോച്ച് മാത്രമുള്ള റേക്കാണ്. ഇതിന് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിതിന് തത്കാലമാണ് എടുത്തത്, അറിയോ, പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. അപ്പോൾ ഞാൻ വെറുതെ രാവിലെ ഞാൻ മറ്റേ റെയിൽവേ നോക്കിയപ്പോൾ നോർമൽ ജനറൽ കോട്ടയിൽ വെയിറ്റ് ലിസ്റ്റ് 30 അത് കൺഫേം ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പറയാൻ കാര്യം, ഞാൻ ഒരെണ്ണം ഇതേപോലെ എറണാകുളത്തിനും ചെങ്ങന്നൂർ പോകാൻ വേണ്ടി ഒരെണ്ണം ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് RAC കിട്ടിയത്, അത്രയ്ക്ക് പിടിയായി വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാണ് നോക്കിയപ്പോൾ 3 സീറ്റ് ഉണ്ടായിരുന്നു. അതിൽ സൈഡ് അപ്പർ പ്രിഫറൻസ് കൊടുത്തപ്പോഴേക്ക് ഈ ഡോറിൻ്റെ അവിടെയുള്ള സൈഡ് അപ്പർ കിട്ടി. വണ്ടി ഫുള്ളാണ്, വണ്ടിക്കകത്ത് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിയിൽ ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ വണ്ടി ഭയങ്കര ഡിമാൻഡാണ്, എല്ലായിടത്തും നിർത്തി പോകുന്നതല്ല, അപ്പം നല്ല ഡിമാൻഡാണ് ഈ വണ്ടിക്ക്. സമയം 11:36. നമ്മളാണ്ട് കൊല്ലം ജംഗ്ഷനിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്ന് ഈ ലോക്കോ റിവേഴ്സിലൊക്കെ അടിച്ചുകൊണ്ട് ഈ ട്രാക്കിൽ കൂടെയാണ് നമ്മളിനി ആര്യങ്കാവ് ഭാഗത്തേക്ക് പോകുന്നത്. നമ്മുടെ പുനലൂർക്ക് പോകുന്ന ട്രാക്കാണിത്. നമ്മൾ പണ്ടൊക്കെ നമ്മൾ വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ കുറേ ആണെങ്കിൽ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഈയിടെ ഈ കുറച്ച് നാളായിട്ടൊന്നും ഈയിടെ വന്നിട്ടില്ലായിരുന്നു ഈ ഭാഗത്തോട്ടൊന്നും. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇവർ ഏത് ലോക്കോ ആണ് കൊടുക്കുന്നതെന്ന് അറിയത്തില്ല, നോക്കാം. ഈ വന്ന ലോക്കോ ആണോ അതോ വേറെ ആണോ എന്നൊരു പിടിയില്ല. നമ്മൾ 1A പ്ലാറ്റ്ഫോമിലാണ് കയറുന്നത് കേട്ടോ, കൊല്ലം ജംഗ്ഷനിൽ. 1A ഇല്ലേ, മറ്റേ ഈ 1ൻ്റെ തൊട്ട് സൈഡിലുള്ള പ്ലാറ്റ്ഫോം, അവിടെ കയറുന്നത് കേട്ടോ, 1A. അപ്പോൾ 1Aയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന ലോക്കോ തന്നെയാണ് തോന്നുന്നു തിരിച്ചു പോകുന്നത്. കാരണം ഇവിടെ വേറെ ലോക്കോ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഇവിടെ ആയാലും ഒരെണ്ണം റെഡിയായി കിടക്കേണ്ടതാണ്. അപ്പോൾ മിക്കവാറും നമ്മൾ വന്ന ആ ലാലാഗുഡയുടെ ആ പീസ് തന്നെ ഇല്ല, അതിനായിരിക്കും മിക്കവാറും തിരിച്ചു കൊണ്ടിട്ടിട്ട് പോകുന്നത്. നമ്മുടെ കൊല്ലം മെയിലും വിടുന്ന ഈ 1A പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ കൊല്ലം മെയിൽ വിടുന്ന സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മുടെ വണ്ടിയും കയറി. ചില സമയത്ത് ഈ വണ്ടി അങ്ങേ അപ്പുറത്ത് ആ 4ലും ആ 5ലും ആ ഭാഗത്തൊക്കെ കൊണ്ടിടും. അപ്പോൾ ഇന്ന് 1Aയിലാണ് വിടുന്നത്. ലാസ്റ്റ് മിനിറ്റിൽ സർപ്രൈസ്, നമ്മുടെ ലോക്കോ അല്ല കേട്ടോ, ഈ പോകുന്ന ഈ വിജയവാഡയുടെ ലോക്കോ ആണ് ഇവിടെ നിന്ന് പോകുന്നത്, 37677. അപ്പോൾ ഈ ലോക്കോ ആണ് നമ്മളെ കൊല്ലത്ത് നിന്ന് ആര്യങ്കാവ് വരെ എത്തിക്കുന്നത്. അപ്പോൾ ഈ ലോക്കോ അപ്പുറത്തങ്ങോട്ട് കിടക്കുമായിരുന്നു, അപ്പോൾ അത് കണ്ടുകൊണ്ട് പിടിപ്പിക്കാൻ പോവാം. ഞാനിവിടെ S2 വന്നിരുന്നത്, കാരണം കൊല്ലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കണം, എന്നാലേ 13 പാലവും പിന്നെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 63-64 ബർത്തൊക്കെ ഞാൻ ചാർട്ട് നോക്കിയപ്പോൾ വേക്കൻ്റ് ആയിരുന്നു, കൊല്ലം ടു ചെങ്കോട്ട. അപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി മക്ഡൊണാൾഡ്സിന് ഒരു ബർഗർ മേടിച്ചു. കാരണം ഇപ്പോൾ ഈ സമയത്ത് ബിരിയാണി കിട്ടത്തില്ല, അതുകൊണ്ട് ഒരു ബർഗർ മേടിച്ച്. കോച്ചൊക്കെ സ്വല്പം പഴയതാണെങ്കിലും നല്ലതാണ് കേട്ടോ, മീൻസ് നല്ല മെയിൻറ്റെയിൻഡ് ആണ് ഐറ്റംസൊക്കെ. സ്വല്പം പഴയതാണ് നമ്മുടെ റേക്കിന്. ഇത് മറ്റേ റേക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ കയറിയ റേക്കിന് സ്വല്പം പഴയ കോച്ചാണ്. സ്ലീപ്പറൊക്കെ ഉള്ളത്, ജനറലൊക്കെ പുതിയതാണ് കേട്ടോ, കുഴപ്പമില്ല, നല്ല വൃത്തിയുള്ള കോച്ചാണ്, നല്ല മെയിൻറ്റെയിൻഡ് നല്ല കോച്ചാണ്. ഒരു 4 മിനിറ്റ് ഡിലേ ആയിട്ട് വിജയവാഡ P7 പവറുമായിട്ട് നമ്മുടെ ഗുരുവായൂർ മധുര എക്സ്പ്രസ് കൊല്ലത്തുനിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആര്യങ്കാവ് എത്തുന്നത് 3 മണി സമയത്താണ് കേട്ടോ, 3 മണിക്കാണ് എത്തുന്നത്, കാരണം ഗാർഡ് സെക്ഷൻ അല്ലേ. ഇത് നമ്മളന്ന് യോഗനഗരിക്ക് പോയ ലോക്കോ അല്ലേ,
ആ സെയിം ലോക്ക് തന്നെ കൊല്ലം മെയിനിലൂടെ കണ്ട യോഗനഗരി കൊച്ചുവേടിക്ക് നമ്മൾ വന്ന ആ വണ്ടിയുടെ ലോക്ക് വരുന്നത് 30367. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, നമ്മൾ ഇവിടെ നിന്ന് ഇനി കൊല്ലം ടു പുനലൂർ, അവിടെ നിന്ന് ചെങ്കോട്ട, ഈ ഒരു റൂട്ടെല്ലാം മധുരൈ ഡിവിഷൻ്റെ കയ്യിലാണ്. ട്രിവാൻഡ്രം ഡിവിഷനല്ല. സംസ്ഥാനം കേരളമാണെങ്കിലും ഡിവിഷൻ മധുരൈ ഡിവിഷനാണ്. അപ്പോൾ മധുരൈ ഡിവിഷൻ്റെ സ്റ്റാഫും ഒക്കെ ആയിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് ചെയ്യുന്നതും സ്റ്റേഷനിലൊക്കെ എല്ലാം മധുരൈ ഡിവിഷനാണ്. ഈ വണ്ടി മധുരൈ ഡിവിഷൻ്റെ വണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കൊല്ലം ചെങ്കോട്ട റൂട്ടിലെ എല്ലാ വണ്ടിയും ഇപ്പോൾ LHP ആയി, എക്സെപ്റ്റ് മറ്റേ ആ കന്യാകുമാരി പുനലൂർ പാസഞ്ചർ. ബാക്കിയെല്ലാം LHP ആയി. പാലരുവി LHP ആയി, ഈ വണ്ടി LHP ആയി, മധുരൈ പുനലൂർ 14-ാം തീയതി LHP ആവും. അങ്ങനെ എല്ലാം LHP ആയി വരുവാണ് കേസ്. ഇനി മുതൽ എല്ലാ സ്റ്റേഷനിലും ഈ വണ്ടിക്ക് സ്റ്റോപ്പ് വേണം കേട്ടോ. എല്ലാ സ്റ്റേഷനിലും നിർത്തും. ഇതിപ്പോൾ കിളിക്കൊല്ലൂർ സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ എല്ലാ സ്റ്റേഷനിലും ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ടാകും. കാരണം പണ്ട് ഈ റൂട്ടിലുണ്ടായിരുന്ന കൊല്ലം ചെങ്കോട്ട പാസഞ്ചറൊക്കെ ഉണ്ടല്ലോ, ആ പാസഞ്ചറൊക്കെ ഈ വണ്ടിയായിട്ട് മേർജ് ചെയ്താണ് ഓടിക്കുന്നത്. ആ വണ്ടി അവരത് പെർമനൻ്റ്ലി അത് ക്യാൻസലാക്കി, കൊല്ലം ചെങ്കോട്ട കൊല്ലം പാസഞ്ചർ. ഈ വണ്ടി മാത്രമേ ഉള്ളൂ ഇപ്പോൾ എല്ലാ സ്റ്റേഷനിലും നിർത്തി പോകുന്ന വണ്ടി. വേറെ ഒറ്റ വണ്ടി പോലും ഇല്ല എല്ലായിടത്തും നിർത്തുന്നത്. നമ്മൾ നെക്സ്റ്റ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്, ചന്ദനത്തോപ്പ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഗുരുവായൂർ ഗുരുവായൂർ ട്രെയിനിന് മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ. വേറെ വണ്ടിക്കൊന്നും ഇവിടെ സ്റ്റോപ്പൊന്നും ഇല്ല കേട്ടോ ഈ ചന്ദനത്തോപ്പിൽ. ഇതിൽ പൊതുവെ ആള് കയറുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഗുരുവായൂരിൽ നിന്ന് കൊല്ലം വരെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും വണ്ടിയിൽ, നല്ല തിരക്കായിരിക്കും ജനറലൊക്കെ. അപ്പോൾ കൊല്ലം ആകുമ്പോൾ ജനറലൊക്കെ ഓൾമോസ്റ്റ് കാര്യമാകും, പിന്നെ അത്യാവശ്യം ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടും. പിന്നെ തിരക്ക് വരുന്നത് ചെങ്കോട്ട തെങ്കാശി നട, തെങ്കാശിന്നൊക്കെ നല്ല ആൾ കയറും വീണ്ടും. ഈ കൊല്ലം ചെങ്കോട്ട സ്ട്രെച്ചൊന്നും അത്രയും തിരക്കില്ല. കുണ്ടറ ഈസ്റ്റ് സ്റ്റേഷനാണിത്. സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡിലാണ്. ഇതേപോലത്തെ ഒറ്റ പ്ലാറ്റ്ഫോം മാത്രമല്ല, ഒരു സൈഡിൽ മാത്രം പ്ലാറ്റ്ഫോമുള്ള കുറേ സ്റ്റേഷനുണ്ട് ഈ ഒരു റൂട്ടിൽ. ഉച്ചയ്ക്ക് 12:45 നമ്മൾ കണ്ട് കൊട്ടാരക്കര സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഈ റൂട്ടിലെ ഒരു മെയിൻ സ്റ്റേഷനാണ്. പുനലൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെയിൻ സ്റ്റേഷനാണ് ഈ കൊട്ടാരക്കര എന്ന് പറയുന്നത്. നമ്മുടെ കൊല്ലം മെയിൽ ഉണ്ടല്ലോ, കൊല്ലം ചെന്നൈ മെയിൽ, ആ മെയിൽ പണ്ട് ഈ സെയിം ടൈം സ്ലോട്ടിലാണ് ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ ടൈം വൈകിട്ടത്തേക്കാക്കിയപ്പോഴേക്കും ഇപ്പോൾ ഉച്ചയ്ക്ക് ഈ വണ്ടി മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു കുഞ്ഞൊരു ഹോൾട്ട് സ്റ്റേഷനിലേക്ക് നമ്മൾ കയറുവാണ്. ഇതൊരു ചെറിയൊരു സ്റ്റേഷൻ, ഇതിൻ്റെ അടുത്തൊരു അമ്പലമൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഈ സ്റ്റേഷന് പേര് കുരി കുരി. അപ്പോൾ കുരി സ്റ്റേഷനിൽ ഇതിൻ്റെ സ്റ്റോപ്പുണ്ട്. നമുക്ക് കുഞ്ഞൊരു സ്റ്റേഷനാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ സ്റ്റേഷനാണ്. ചുറ്റിനും മരങ്ങളും, അവിടെ റബ്ബറും. കയറാൻ ആരുമില്ല, അതുകൊണ്ട് ഈ ഒരു ചേട്ടൻ മാത്രമേ കണ്ടുള്ളൂ തോന്നുന്നു. നമുക്ക് ഭയങ്കര റയറല്ലേ, കുഞ്ഞൊരു സ്റ്റേഷനാണ് കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരു ചേട്ടൻ വരും, വേറെ ആരുമില്ല. ഇതിന് കോച്ചുകളുടെ എണ്ണം കുറവാണ്, അതാണ് മെയിൻ ഒരു പ്രശ്നം. അത് ഈ ഗാർഡ് സെക്ഷൻ ആയതുകൊണ്ടാണ്. എന്നാലും അവർക്ക് കുറച്ചുകൂടെ കോച്ച് കൂട്ടാവുന്നേ ഉള്ളൂ. 18 കോച്ച് വരെയൊക്കെ പോകുന്നുണ്ട്. ഇതിനാകെ 13 കോച്ചേ ഉള്ളൂ. കോച്ചിൻ്റെ എണ്ണം കൂട്ടണം, എന്നാലേ കാര്യമുള്ളൂ. കാരണം ഇതിന് നല്ല തിരക്ക് വരുന്നതാണ്. തിരിച്ചു പോകുമ്പോൾ ഈ വണ്ടി കൊല്ലത്ത് നിന്ന് എറണാകുളം പിന്നെ അവിടെ നിന്ന് ഗുരുവായൂരൊക്കെ നല്ല തിരക്കാണ്. കാരണം ഗുരുവായൂർ നിർമ്മാല്യം തൊഴാൻ പോകുന്നവരൊക്കെ ഫുള്ള് കയറി ജനറലൊക്കെ ഫുള്ളാവും. അതുപോലെ തിരക്കാണ്. സ്ലീപ്പറിലാണെങ്കിലും തിരക്കുണ്ടാവും, AC തിരക്കുണ്ടാവും. അപ്പോൾ ഇവർ കോച്ചിന് എണ്ണം കൂട്ടിയ ശരിക്കും നല്ലതായിരിക്കും. പുനലൂരിന് തൊട്ട് മുമ്പുള്ള ആവണീശ്വരം സ്റ്റേഷനിൽ നമ്മൾ കണ്ട് കയറുവാണ്. ഗാഡ്സിൽ മിക്കവാറും മഴ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഴക്കാറൊക്കെ ഉണ്ട്, ഇതിനായിട്ട് മഴയൊന്നുമില്ല, പക്ഷെ മൂടി നിൽക്കുക.
നമ്മുടെ ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ് അങ്ങനെ കണ്ട് പുനലൂർ സ്റ്റേഷനിലേക്ക് കണ്ട് കയറുവാണ്. ഇപ്പം സമയം 1:08 കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു 4D കിടപ്പുണ്ട്. മിക്കവാറും ഈ 4D ആയിരിക്കും നമുക്ക് ബാങ്കർ ലോക്കോ ആയിട്ട് ഇവിടെ കൊടുക്കുന്ന ലോക്കോ. ഇത് തന്നെയാണ് ഓൺ ആക്കിയിട്ടേക്കുക. ഗോൾഡൻ ഡോക്കിൻ്റെ 40481 WDP 4D. അപ്പോൾ ഈ ലോക്കോ ആണ് നമ്മുടെ വണ്ടിക്ക് ഇടുന്ന ബാങ്കർ ലോക്കോ ആയിട്ട് കൊടുക്കുന്നത്. പുറകിൽ ഈ ലോക്കോ നമ്മളെ തള്ളും, മുന്നിൽ P7 വലിക്കും. ഇതുണ്ട് ട്രൈ കളർ ലിവറിയിലുള്ള ഒരു WDP 4D കിടക്കുന്നുണ്ട് ഗോൾഡൻ ഡോക്കിൻ്റെ. അന്ന് മറ്റേ പാമ്പും പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പെയിൻ്റ് അടിച്ച സാധനം കണ്ടോ, നോക്ക് ഇവിടെ കിടക്കുന്നുണ്ടാ. അടിപൊളി. പക്ഷേ ആ ലോക്കോ മതിയായിരുന്നു നമ്മുടെ വണ്ടിക്കല്ലേ. അത് മിക്കവാറും നമ്മുടെ കൊല്ലം മെയിലിൽ ബാങ്കറായിട്ട് പോകുന്ന ലോക്കോ ആയിരിക്കും. ഈ വണ്ടി ഈ മാസം ഓഗസ്റ്റ് 14 തൊട്ട് ഈ വണ്ടി LSB ആവുകയാണ് കേട്ടോ. മധുരൈ പുനലൂർ. പണ്ടത്തെ പാസഞ്ചറായിരുന്നു, അതിപ്പോൾ കണ്ട് LSB ആകാൻ പോവാം. ഇവിടെ നടുക്കൊരു 4D കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടുത്തെ കുറേ ചേച്ചിമാർ കണ്ട് വെള്ളം നിറയ്ക്കാൻ പോവാം വണ്ടിയിൽ. അപ്പോൾ ഇവിടെ ഒരു 5-10 മിനിറ്റ് നമ്മുടെ വണ്ടി നിർത്തിയിടും. നമ്മുടെ മധുരൈ എക്സ്പ്രസ് അങ്ങനെ പുനലൂരിൽ നിന്നും 1:30 ആയപ്പോഴാണ് എടുത്തത്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഗാർഡ് സെക്ഷൻ കയറാൻ പോകണം കേട്ടോ. നല്ല അടിപൊളി മനോഹരമായ യാത്രയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ റെയിൽവേ റൂട്ടാണിത്. ഷൊർണൂർ നിലമ്പൂരൊക്കെ ബെസ്റ്റ് റൂട്ടായിരുന്നു. പക്ഷേ മരമൊക്കെ വെട്ടിയ പിന്നെ അതിൻ്റെ ഭംഗിയെല്ലാം പോയി. ഇപ്പോൾ ആകെ ഉള്ളത് നമ്മുടെ കഞ്ചിക്കോട്, പാലക്കാട്, കോയമ്പത്തൂർ റൂട്ടും പിന്നെ ഈ റൂട്ടുമാണ് കാണാൻ ഭംഗിയുള്ള റൂട്ടുകളിൽ ഒരെണ്ണം. ഷൊർണൂർ നിലമ്പൂരൊക്കെ മൊത്തം പോയി, ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞപ്പോഴേക്കും മൊത്തം പോയി. ഇത് പിന്നെ ഗാർഡ് സെക്ഷൻ ആയതുകൊണ്ട് അത്യാവശ്യം ഭംഗിയുണ്ട്. ഈ ഗാർഡ് സെക്ഷനിലെ എല്ലാ സ്റ്റേഷനിലും ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അതാണ് വേറൊരു പ്രത്യേകത. എല്ലാ സ്റ്റേഷനിലും ഈ വണ്ടി നിർത്തും. നല്ല ഫുള്ള് വളവും തിരിവും കയറ്റവും ഇറക്കവും നിറഞ്ഞൊരു ഗാർഡ് സെക്ഷനാണ് നമ്മളിൽ പോകുന്നത്. 2 സൈഡിലും സാധാരണ നമ്മളിപ്പം മറ്റേ ബ്രാഗൻസ ഗാർഡ്സ് ആണെങ്കിലും ശിരാടി ഗാർഡ്സ് ആണെങ്കിലും 2 സൈഡിൽ ഇതേപോലെ ഒരു സൈഡിൽ, അതായത് ഒരു ഡയറക്ഷനിൽ മാത്രം ബാങ്കർ ലോക്കോ മതി. പക്ഷേ ഈ ഗാർഡ് സെക്ഷനിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ബാങ്കർ ലോക്കോ വേണം. അല്ലെങ്കിൽ പറ്റത്തില്ല, കാരണം 2 സൈഡിലും കയറ്റമുണ്ട്. അതാണ് മെയിൻ ഒരു പ്രശ്നം. 2 സൈഡിലും കയറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കയറ്റം മാത്രമല്ല, ഭയങ്കര വളവും തിരിവും. അതാണ് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ടെറൈനാണ് നമ്മളീ പോകുന്നത്. അതുകൊണ്ട് വണ്ടിയുടെ മാക്സിമം വേഗത എന്ന് പറയുന്നത് 30 kmph കേട്ടോ. അത് ഈ മേളിൽ വണ്ടി പോകത്തില്ല. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് മഴയൊന്നുമില്ല കേട്ടോ. മഴയൊന്നുമില്ല. മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട്, പക്ഷേ മഴയൊന്നും പെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ആകെ ഫുള്ള് ഇങ്ങനെ എന്തോ പോലെ ഇരിക്കുകയാണ്. മഴ പെയ്യുകയാണെങ്കിൽ ഒരിത് അറിയാമല്ലോ നമുക്ക്. പക്ഷേ മഴ പെയ്യുന്ന ലക്ഷണമൊന്നുമില്ല. നമുക്ക് എന്തോ വളമാണെന്നിരിക്കും, നിറച്ചിങ്ങനത്തെ നല്ല ഷാർപ്പ് വളവ് കേട്ടോ. അതാണ് ഈ ട്രെയിൻ പയ്യെ പോകുന്നത്. അതുപോലെ കയറ്റമല്ലേ. പുനലൂർ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ എത്തുകയാണ് കേട്ടോ, എടമൺ സ്റ്റേഷനെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ വണ്ടി കയറുന്നുണ്ട്. ലൂപ്പ് കയറുന്നുണ്ടോ നമുക്ക്, അടിപൊളിയില്ലേ കയറുന്നത് കാണാൻ വേണ്ടി. ഹംസഫറിൻ്റെ ഒക്കെ EOG ആണല്ലോ കൊടുത്തേക്കുന്നത്. ഏത് ഹംസഫറിൻ്റെ ആണോ എന്തോ. അപ്പോൾ നമ്മൾ എടമൺ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. 15 മിനിറ്റ് ഡിലേ ഉണ്ട്. നമ്മളിപ്പോൾ ഈ എടമൺ കഴിഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ടിൻ്റെ ഭംഗി തുടങ്ങുന്നത് കേട്ടോ. എടമൺ ടു അരിങ്കാവല്ല, എടമൺ തൊട്ട് അങ്ങോട്ട് പിന്നെ നല്ല ഭംഗിയാണ് എപ്പോഴും. ഇവിടെ എടമൺ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേണ്ട് ഈ ചേച്ചി ഉണ്ടോ, ഈ ചേച്ചി ഇവിടെ വന്നിട്ട് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ചേച്ചി ഉണ്ണിയപ്പം വിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ നിന്നൊരു പാക്കറ്റ് ഉണ്ണിയപ്പം മേടിച്ചു. 50 രൂപ കേട്ടോ. എന്തായാലും കൊള്ളാം, നല്ല സാധനം തോന്നുന്നു, നല്ല ഫ്രഷാണ്. ചേച്ചിയുടെ ഉണ്ണിയപ്പം ഒന്ന് കഴിച്ചു നോക്കട്ടെ കണ്ടെന്ന്. ചെറിയ ഉണ്ണിയപ്പാണ്, കൊള്ളാം. നല്ല പഴമൊക്കെ ഇട്ട് വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റ്.
കൊല്ലത്തുനിന്ന് ആർക്കെങ്കിലും തെങ്കാശി അല്ലെങ്കിൽ തെന്മലയൊക്കെ പോകണമെങ്കിൽ ആരും ട്രെയിന് പോകത്തില്ല, എല്ലാവരും ബസ്സിന് പോകത്തില്ല. കാരണം ട്രെയിൻ വളരെ പയ്യെ പോകുന്നത്. ട്രെയിൻ ഇങ്ങനെ മലയൊക്കെ കയറി ചുറ്റി മലയുടെ സൈഡിൽ കൂടെ ഒക്കെയായി പോകുന്നത്. ഇവിടെ അടുത്ത് പാണ്ഡവംപാറ എന്ന സ്ഥലമുണ്ട്. അതിൻ്റെ മുകളിൽ കയറി ഇതേപോലെ ഈ ട്രെയിൻ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. ആ കണ്ട പേടിയാവും, പക്ഷെ നമുക്ക് ഇതിനകത്ത് ഇരുന്നാലും അങ്ങനെ പേടിയാവത്തില്ല. പക്ഷേ ഇത് ട്രെയിൻ ദൂരെ നമ്മൾ നോക്കുമ്പോൾ ഈ മലയുടെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നത് നല്ല പേടിയാവും കണ്ടാൽ തന്നെ. അപ്പോൾ അതുപോലെയാണ് ഈ റൂട്ട് പണിത് വെച്ചേക്കുന്നത്. പണ്ടത്തെ റൂട്ടല്ലേ, ബ്രിട്ടീഷുകാർ പണിത റൂട്ടല്ലേ, അപ്പോൾ അതേപോലെയാണ് പണിത് വെച്ചേക്കുന്നത്. റോഡ് ഗേജ് കൺവേർഷനൊക്കെ ആയപ്പോൾ പിന്നെ ഇതിൻ്റെ അലൈൻമെൻറ്റൊക്കെ സ്വല്പം എന്തോ മാറ്റിയെന്ന് തോന്നുന്നു. എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ 30 kmph പോകുന്നത് ഭഗവതിപുരം സ്റ്റേഷൻ വരെയാണ് കേട്ടോ, താഴെ തമിഴ്നാട് ഇറങ്ങിയിട്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെ സ്പീഡുണ്ട്. അപ്പോൾ ഭഗവതിപുരം വരെ ഫുള്ള് 30 ആണ് സ്പീഡ്. നമ്മളേതാണ്ട് ഈ മല ഇങ്ങനെ ചുറ്റി തണ്ട് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അവിടെ ആ മലയുണ്ടോ, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചുറ്റിയാണ് ഈ ട്രാക്ക് ഇങ്ങനെ പോകുന്നത് കേട്ടോ. ആ കാണുന്നതാണ് കേട്ടോ പാണ്ഡവംപാറ കേട്ടോ. അപ്പോൾ അവിടെ അതിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നാൽ ഇതേപോലെ ട്രെയിനൊക്കെ വരുന്ന അടിപൊളിയായിട്ട് കാണാൻ പറ്റും ദൂരേന്ന്. നമ്മളങ്ങനെ ഒറ്റയ്ക്കൽ സ്റ്റേഷനിലെത്തി കേട്ടോ. അപ്പോൾ ഈ ഒറ്റയ്ക്കൽ സ്റ്റേഷനിൽ ഇതേപോലെ കുഞ്ഞു സ്റ്റേഷനാണ്. ഇവിടെ എല്ലാം ഈ ഗുരുവായൂർ മധുര ഗുരുവായൂർ മാത്രം നിർത്തത്തുള്ളൂ കേട്ടോ, വേറെ ഒരു വണ്ടി നിർത്താറില്ല. തെന്മലയൊക്കെ നമ്മുടെ ഇത് മറ്റേ പാലരുവിയൊക്കെ നിർത്താറുണ്ട്, പക്ഷേ ഇവിടെയൊക്കെ ഈ വണ്ടിക്ക് മാത്രമേ സ്റ്റോപ്പുള്ളൂ. നമ്മൾ കണ്ട് തെന്മല എത്തിയിട്ടോ. തെന്മല ഈ റൂട്ടിൽ കൂടെ പോകുന്ന എല്ലാ വണ്ടിക്കും ഇവിടെ തെന്മല സ്റ്റോപ്പുണ്ട്. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. നേരത്തെ മറ്റേ കൊല്ലം ചെന്നൈ മെയിലൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാ വണ്ടിക്കും ഇവിടെ തെന്മല സ്റ്റോപ്പുണ്ട്. 2:20 ആയപ്പോഴാണ് നമ്മൾ തെന്മല സ്റ്റേഷനിൽ വന്ന് കയറുന്നത്. തെന്മല സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ റൂട്ടിലെ ഫേമസ് ആയിട്ടുള്ള 13 കണ്ടറ പാലം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേഷൻ കഴിഞ്ഞ് ഒരു 2 വളവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 13 കണ്ടറ പാലം വഴി പാസ്സാകും. പുതിയ കോച്ചല്ല, അതുമല്ല LHP ആയതുകൊണ്ട് ട്രാക്ക് സൗണ്ട് ഭയങ്കര കുറവാണ് കേട്ടോ. ഭയങ്കര കുറവാണ് ട്രാക്ക് സൗണ്ട്.
IC വരപ്പിനെ കുടു എന്ന് അടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ LHV ആയപ്പോൾ നോക്കും നല്ല കംഫേർട്ടും സൗണ്ട് കുറവാണ്, പിന്നെ സേഫുമാണ്. ഇപ്പം നമ്മുടെ 13 കണ്ണറപ്പാലം നമുക്ക് കാണാൻ പറ്റും, കാണിച്ചു തരാം. ഒരു രക്ഷയില്ല. ആ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ ട്രെയിൻ പോകുന്ന കാണാൻ ഒരു രക്ഷയില്ല. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എസ്പെഷ്യലി മഴയത്ത്. വെയിലത്ത് ഭംഗിയില്ല, മഴയത്ത് ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. അടുത്തൊരു കുഞ്ഞൊരു ഹോൾട്ട് സ്റ്റേഷൻ നമ്മളിത് എടപ്പാളയം കേട്ടോ. എടപ്പാളയം ഹോൾട്ട് സ്റ്റേഷനാണിത്. ഇവിടെയും ഇതേപോലെ ഈ ഗുരുവായൂർ മധുരൈ ഗുരുവായൂർ മാത്രം നിർത്തത്തുള്ളൂ, വേറൊരു വണ്ടി നിർത്തില്ല. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആരെങ്കിലും ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കും, അല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് കുഞ്ഞൊരു സ്റ്റേഷൻ. നമ്മൾ ആര്യങ്കാവ് എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേഷൻ ഏതാണ്ട് എത്തുകയാണ്, ന്യൂ ആര്യങ്കാവ്. അപ്പോൾ ഇവിടെ ഇതൊരു ക്രോസിംഗ് സ്റ്റേഷനാണ്, അതാണ് ന്യൂ ആര്യങ്കാവ് എന്ന് പറയുന്ന പേരിട്ടിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അടുത്ത സ്റ്റേഷൻ ആര്യങ്കാവ്. ഈ ന്യൂ ആര്യങ്കാവ് സ്റ്റേഷനിലാണെങ്കിൽ തെന്മല ഇരപ്പിന് അടുത്ത ക്രോസിംഗ് സ്റ്റേഷനുള്ള ഭഗവതിപുരത്ത് നല്ല ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ന്യൂ ആര്യങ്കാവിൽ ഒരു ക്രോസിംഗ് സ്റ്റേഷൻ ഒരു പണിതത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേഷനാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ഇത് അപ്പുറത്തെ സൈഡിൽ നിന്ന് സ്റ്റേഷൻ നോക്കണം പുറത്തിറങ്ങിയിട്ട്, അതാണ് ശരിക്കും ഭംഗി. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ്. ഇവിടെ വെച്ച് എടുത്തൊരു ഫോട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കാം, നമുക്ക് എന്താ ഭംഗി നിൽക്കി. എനിക്ക് തോന്നുന്നു രാത്രിയിൽ പാലരുവി എക്സ്പ്രസ്, അതായത് 2 പാലരുവി എക്സ്പ്രസ്സും ക്രോസിംഗ് നടത്തുന്നത് ഇവിടെ ന്യൂ ആര്യങ്കാവ് സ്റ്റേഷനിൽ വെച്ചാന്ന് തോന്നുന്നു കേട്ടോ. ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ തൊട്ടടുത്ത സ്റ്റേഷനായ ആര്യങ്കാവ് നമ്മളിപ്പോൾ എത്തും കേട്ടോ. ഇവിടെ നിന്ന് ശകലം ദൂരമേ ഉള്ളൂ. പണ്ട് ഈ റൂട്ടിൽ ഡീസൽ ട്രെയിനുകളൊക്കെ ഓടിക്കൊണ്ടിരുന്ന സമയത്തെ ഞങ്ങൾ ട്രെയിൻ സ്പോട്ടിങ്ങിനൊക്കെ വരുമ്പോൾ ഒരു ട്രെയിൻ തന്നെ പലയിടത്തുനിന്നും ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വരും. കാരണം ട്രെയിൻ വളരെ പയ്യെ പോകുന്നത്, അതിലും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റോഡിൽ കൂടെ വരാം. അപ്പോൾ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല സ്പോട്ടിൽ നിന്ന് ട്രെയിൻ ഇങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഓരോ സ്റ്റേഷനിൽ നിന്ന് തെന്മലയിൽ നിന്ന്, പിന്നെ കണ്ണറപ്പാലത്തിൽ നിന്ന്, ഇവിടെ ആര്യങ്കാവിൽ നിന്ന് അങ്ങനെയൊക്കെ സ്പോട്ട് ചെയ്യായിരുന്നു പണ്ട്. ഇപ്പോൾ പോകാറില്ല. ഇപ്പോൾ ഇലക്ട്രിക് ആയതുകൊണ്ട് അങ്ങനെ സ്പോട്ടിങ്ങിനൊന്നും ഈ ഭാഗത്തൊന്നും വരാറൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ് അങ്ങനെ ഓൺ ടൈമാണ്, ഏകദേശം ഓൺ ടൈമാണ് കേട്ടോ. ആര്യങ്കാവ് സ്റ്റേഷനിൽ കണ്ട് കയറുവാണ്. ഇവിടെ നിന്നൊക്കെ അത്യാവശ്യം ആൾക്കാർ കയറും കേട്ടോ. ഈ ജോലിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ചെങ്കോട്ടൊക്കെ പോകുന്നവരൊക്കെ ആൾക്കാരുണ്ട്, കയറാൻ നിൽക്കുന്നുണ്ടോ. ഇവിടെ നിന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ കയറി ആര്യങ്കാവ് സ്റ്റേഷനിൽ നിന്ന്. നമ്മളിവിടെ ഇറങ്ങുന്നതാണ്. നമ്മളിനി തിരിച്ചു പോകുന്നത് ഈ സെയിം ഇതിൻ്റെ പേർ വണ്ടിയാണ്, മധുരൈ ഗുരുവായൂർ. ആര്യങ്കാവ് സ്റ്റേഷൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമുക്ക് പുറകിലെ മലയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി.
അടിപൊളിയല്ലേ? മഴ പെയ്യുമ്പോൾ കൊടൂര ഭംഗിയാണ്. ഇപ്പോൾ ചാറുന്നുണ്ട് ചെറുതായിട്ട് മഴ. അപ്പോൾ തിരിച്ചു പോവാണ് ഈ വണ്ടി. ഇതിപ്പം മറ്റേ ഭഗവതിപുരം അല്ലെങ്കിൽ ചെങ്കോട്ട വെച്ച് മറ്റേ മധുരൈ ഗുരുവായൂരായിട്ട് ഈ വണ്ടി ക്രോസിങ് കാണും കേട്ടോ. നല്ല യാത്രയായിരുന്നു കേട്ടോ, നല്ല പീസ്ഫുൾ നല്ല യാത്രയായിരുന്നു, ഒരു അലമ്പും ഇല്ലായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ ബാങ്കർ ലോക്ക് കാണിച്ചു തരാം, കാണിച്ചു തരാം. നല്ല റേക്കാണ് കേട്ടോ, നല്ല അടിപൊളി മെയിൻറ്റെയിൻഡ് റേക്കാണ്. ചിലതൊക്കെ പഴയ കോച്ചാണെങ്കിലും നല്ല വൃത്തിയുള്ള റേക്കാണ് കേട്ടോ. ഇപ്പോൾ തിരിച്ച് വരുന്ന ആദ്യം എടുക്കത്തില്ല, കുറച്ച് എടുത്ത് നമ്മൾ തിരിച്ച് പോകത്തുള്ളൂ. ഒന്നാമത് ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടി. അപ്പോൾ തിരിച്ച് ഇപ്പം നമ്മുടെ ഗുരുവായൂർ എക്സ്പ്രസ് വരും ഒരു 3:30 വരും. 3:30 ടൈം, പക്ഷെ വരുമ്പോൾ എന്തായാലും 3:45 ചിലപ്പോൾ 4 മണിയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്ന ഗുരുവായൂർ എക്സ്പ്രസ്, മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് ഇപ്പം ഇങ്ങോട്ട് വരും. അതിന് കയറി നമ്മൾ തിരിച്ച് എറണാകുളം പോവാണ്. എറണാകുളം ഇത് രാത്രി എത്തുന്ന 11:30-ക്കാണേ. ജനറലൊക്കെ അത്യാവശ്യം സീറ്റുണ്ട്, അത്ര ഫുള്ളൊന്നുമല്ല, പക്ഷേ പകുതി ഫുള്ളാണ് കേട്ടോ. നമ്മൾ സ്ലീപ്പറിനാണ് പോകുന്നത്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ കറണ്ട് ബുക്കിംഗ് എടുത്താണ്. പക്ഷെ എനിക്ക് കോട്ടയം വരെയുള്ള ടിക്കറ്റ് അവിടെ നിന്ന് ജനറലി മാറി കയറണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ആര്യങ്കാവിൽ നിന്ന് എറണാകുളം വരെയുള്ള ജനറൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ കോട്ടയത്ത് മാറി കയറുന്ന അങ്ങനെ ബുദ്ധിമുട്ടല്ലേ. തിരിച്ചു പോകാനകത്ത് നമ്മൾ കയറിയ കോച്ച് S1 ആണ്. അതും 2019 മേഡ് കോച്ചാണ്. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, മെയിൻറ്റെയിൻ ആണ്. തിരിച്ചു പോകാനകത്ത് അവിടെ ശരിക്കും ആ ഒരു വൈബ് ക്ലൈമറ്റ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ. ഫുള്ള് ഇരുണ്ട് മൂടി നൈസാണ്. പക്ഷേ മഴ ഒരു തുള്ളി പോലും പെയ്യുന്നില്ല കേട്ടോ, ഇരുണ്ട് മൂടി ഇരിക്കുകയാണ്. ചിലപ്പോൾ പെയ്യായിരിക്കും. അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ, മെയിൻറ്റെയിൻ ആണ് കോച്ചൊക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ 13 കണ്ണറപ്പാലം ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. തിരിച്ചു വന്നത് കൊണ്ട് എടമൺ സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ടു. ഇപ്പോൾ ക്രോസിംഗ് ഉണ്ട് നമ്മുടെ കൊല്ലം മെയിലായിട്ട്, കൊല്ലം ചെന്നൈ എഗ്മോർ മെയിൽ. അപ്പോൾ ആദ്യം വന്നിട്ടേ പോകത്തുള്ളൂ. നമ്മൾ ബിഫോർ ടൈം അടിച്ച് പുനലൂർ എത്തും കേട്ടോ. മിനിറ്റ് ഏർലി നമ്മളങ്ങനെ പുനലൂർ കയറി. ഞാൻ പറയില്ല, എത്ര ലേറ്റായിട്ട് വന്നാലും പുനലൂർ നമ്മൾ നേരത്തെ എത്തും. എൻ്റെ കോച്ചിനെ തൊട്ടപ്പുറത്താണ് AC കോച്ചുള്ളത്. ഈ AC കോച്ചിന് ടോയ്ലറ്റ് കാണിച്ചു തരാം. നല്ല വൃത്തിയൊരു പ്രത്യേക ഒരു സ്റ്റൈൽ ടോയ്ലറ്റ് കേട്ടോ. മറ്റേ അമൃതഭാരതിലൊക്കെ ടോയ്ലറ്റ് അതേപോലെ സെയിം. നോക്ക്, അടിപൊളി സാധനം. നോക്ക്,
കിടില അല്ലേ, നല്ല ഇൻറ്റീരിയർ അമൃതഭാരതി കാണുന്ന പോലത്തെ സെയിം സാധനം. 7:35 നമ്മൾ കണ്ട് കൊല്ലം വന്ന് കയറി. ഇവിടെ നിന്ന് ലോക്കോർ ബസ്സിലൊക്കെ മിക്കവാറും വണ്ടി വിടുമ്പോൾ 8 മണിയാവും കേട്ടോ. കാരണം കറക്റ്റ് ഓൺ ടൈമിനാണെന്ന് കയറി. 10 മിനിറ്റും കൊണ്ടൊന്നും കഴിയൂല എന്തായാലും. കുറച്ച് വലിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത കാണാൻ പോകുന്നത് നമ്മുടെ പാലരുവി എക്സ്പ്രസിൻ്റെ വീഡിയോ ആണ്. പാലരുവി എക്സ്പ്രസ് LHB അതിൻ്റെ വ്ളോഗ് നമ്മൾ എടുത്തില്ലായിരുന്നു. അപ്പോൾ അത് പാലക്കാട് നിന്ന് എറണാകുളം വരെയുള്ള ഒരു ചെറിയ യാത്രയായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ കോച്ചിൻ്റെ സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞുള്ള വീഡിയോ നമ്മുടെ പുനലൂർ മധുര എക്സ്പ്രസിൻ്റെ LSB വീഡിയോ ആണ്, ഫസ്റ്റ് LSB റണ്ണിൻ്റെ. നമ്മളത് പുനലൂരിൽ പോയിട്ട് ആ പുനലൂരിൽ നിന്ന് കൊല്ലം വരെ നമ്മൾ എടുക്കുന്നുള്ളൂ, മധുരയിൽ പോകുന്നില്ല. കാരണം ടിക്കറ്റ് ഇല്ല. ഒന്നാമത് ഓഗസ്റ്റ് മാസം അറിയാമല്ലോ, ടിക്കറ്റ് ഇടാൻ ബുദ്ധിമുട്ടാണ്, ഓണമൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ നേരെ പുനലൂർ പോയിട്ട് അവിടെ നിന്ന് കൊല്ലം വരെയുള്ള യാത്ര എടുക്കുന്നുള്ളൂ. നമുക്ക് ജസ്റ്റ് അപ്ഗ്രേഡേഷൻ കാണിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് വ്ളോഗ് എടുക്കുന്നത്. നമ്മൾ N2 ഒക്കെ അതിന് പണ്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലത്തു നിന്നൊക്കെ നമ്മൾ മധുരയ്ക്കൊക്കെ പണ്ട് പോയിട്ടുണ്ട് വീഡിയോ തുടങ്ങിയ സമയത്തൊക്കെ. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ പാലരുവിയുടെ LSB വീഡിയോ ഇട്ട് കാണാം. ബൈ.